നമ്മൾ ഓതിയാൽ ക്യാൻസർ, അതുപോലെ തന്നെ കിഡ്നി, ഹാർട്ട്, ലിവർ പോലെയുള്ള ആന്തരികമായ അവയവങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ സംഭവിക്കാതിരിക്കാൻ വലിയ കാരണമായ സൂറത്താണെന്ന് കിതാബുകളിൽ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ഇന്ന് മാരക രോഗത്തിന്റെ കാലഘട്ടമാണല്ലോ, ഇന്ന് വലിയ കാലഘട്ടമല്ലേ. ഇളകിയാൽ ക്യാൻസറും അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്നുള്ളത്. റഹ്മുറാഹിമീനായ റബ്ബേ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് ശിഫ നേടുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാരക രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ചരിത്രത്തിൽ ഔലിയാക്കൾ ആരാണെന്നും അവരുടെ ചരിത്രങ്ങൾ എന്താണെന്നും അവരുടെ ബഹുമതികൾ എന്താണെന്നും അവരുടെ കറാമത്ത് എന്താണെന്നും ആ കറാമത്തിന് നൂറുകണക്കിൽ ഉദാഹരണങ്ങളും അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനില് അള്ളാഹ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ സംശയിക്കുന്നവന് ഖുർആൻ എന്താണെന്നറിയില്ല, ഇതിന് സംശയിക്കുന്നവന് മുസ്ലിമാണെന്ന് പറയാൻ അവകാശമില്ല. അതാണ് ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന വിഷയം. വളരെ വിശാലമായി ഓരോ പോയിന്റുകൾ എടുത്ത് ഖുർആനിൽ പറഞ്ഞ ചരിത്ര പാഠങ്ങൾ പറഞ്ഞു പഠിക്കേണ്ട ആളുകളാണ് നമ്മൾ. അതൊന്നും മുഴുവനായി പറയാൻ ഇപ്പോൾ സമയമില്ല. നിങ്ങൾ ആലോചിക്കൂ, അങ്ങനെയുള്ള ഔലിയാക്കൾ, ആ ഔലിയാക്കളുടെ ജീവിത ചരിത്രമാണ് നമുക്കിവിടെ ആസ്വദിക്കാനുള്ളത്. അതിൽ വലിയ മഹാനാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാജാവായി വന്ന മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവർ. അതുപോലെ ഖുതുബ് സമാൻ മമ്പുറം തങ്ങൾ പാപ്പ വലിയ മഹാനാണ്, വലിയാണ്. ഒരുപാട് ഔലിയാക്കൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഹിക്മത്ത്, ഇതിന്റെ ആവശ്യകത ഞാനൊന്ന് പറയാം. എന്തിനാണ് ഇങ്ങനെ ഔലിയാക്കളെയും ഇങ്ങനൊരു വിഭാഗത്തിനെയും അല്ലാഹു ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്? നല്ലതുപോലെ നമ്മൾ ആലോചിക്കണം. ഇന്ന് ഔലിയാക്കളെ വിമർശിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഔലിയാക്കൾ തന്നെ ഇതിനപ്പം അവരെ നമ്മളിങ്ങനെ പ്രകീർത്തിച്ച് അവരെ മധുഹം പറഞ്ഞിങ്ങനെ നടക്കേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് ലഭിക്കാനുള്ളത്? അവരെ മദ്ഹുകൾ പറയാൻ പാടില്ല എന്ന് പറയുന്നവന് പരിശുദ്ധ ഖുർആൻ ഓതാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഏറ്റവും വലിയ കറാമത്തും ഏറ്റവും ഔലിയാക്കളുടെ മൗലിദും ഓതിയ ചരിത്രം അത് പരിശുദ്ധ ഖുർആനാണ്. പ്രസവ ചരിത്രം മറിയം റളിയല്ലാഹു അൻഹ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെ അത്ഭുതകരമായി ഗർഭം ചുമക്കുകയും പ്രസവിക്കുകയും ചെയ്തൊരു പ്രസവ ചരിത്രം. അതാണല്ലോ ഏത് സൂറത്ത്? മറിയം സൂറത്ത് എന്ന് പറയപ്പെടുന്ന സൂറത്ത്. അതൊരു വലിയ സൂറത്താണ്. ഗർഭമില്ലാത്ത പെണ്ണുങ്ങൾ, മക്കളില്ലാത്തവർക്ക് ആ മറിയം സൂറത്ത് എഴുതി കുടിക്കുകയും അത് നിർബന്ധമായി നേർച്ചയാക്കി പാരായണം ചെയ്യുകയും ചെയ്താൽ ആ മറിയം സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളുണ്ടായ അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. എന്നിട്ടല്ലേ പിന്നെ വേറുള്ളത്, മക്കൾ 15-20 വർഷമായി മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായ അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ പ്രസവ ചരിത്രം, പ്രസവിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ, പ്രസവിച്ചപ്പോഴുണ്ടായ വലിയ അത്ഭുത കഥകള് ആ മറിയം സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു. എന്താ വേണ്ടത്? ചെറിയ തൊട്ടിലിൽ കുട്ടിയായി കിടക്കുമ്പോൾ സംസാരിച്ച ഈസാ നബി അലൈഹിസ്സലാമിന്റെ കുട്ടിക്കാലത്ത് മുഅ്ജിസത്ത് അല്ലാഹു വിശദീകരിച്ചു മറിയം സൂറത്തിൽ. ഇങ്ങനെ ഒരുപാട് നിറഞ്ഞ ഉദാഹരണങ്ങൾ ഇതിന് പരിശുദ്ധ ഖുർആൻ തന്നെ നിരത്തി വെക്കാനുണ്ട്. ചുരുക്കത്തിൽ ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്ലാമിക ഭരണകൂടമാണ്. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഭരണപ്രദേശമാണ്. ഇവിടെ ഭരിക്കുന്നവർക്ക് ശറഈന്റെ ഭാഷയിൽ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്നാണ് പേര് പറയാ. എന്താണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ജനങ്ങളുടെ ബന്ധങ്ങൾ സുദൃഢമാക്കുകയും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ കെട്ടഴിക്കുകയും കെട്ടിക്കൊടുക്കുകളൊക്കെ തീർക്കുകയും ചെയ്യേണ്ടവർക്കാണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു ഭരണാധിപന്മാരുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് ഇസ്ലാമിക ദൃഷ്ടിയിൽ മഹല്ല് ഭരണം എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ ചുറ്റുപാടുകളും അതിൻ്റെ ആദാബുകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മസാലകൾ പറയാനുണ്ട്, പഠിക്കാനുണ്ട്. സമയം അനുവദിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ഈ മഹാന്മാരായ ഔലിയാക്കളെ നമ്മൾ ബഹുമാനിക്കുന്നതിൻ്റെ ആകത്തുക എന്ത്? ഞാനതിൻ്റെ രത്ന ചുരുക്കമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. നിങ്ങൾ നല്ലതുപോലെ ആലോചിക്കണം. ഈ ലോകം ഈ സൃഷ്ടിചരാചരങ്ങൾ പടക്കുന്നതിൻ്റെ മുമ്പ് ഉടമസ്ഥനായ റബ്ബി, ലോകത്തിന്റെ സൃഷ്ടാവ് ഈ ലോകത്തിനുണ്ട്. ഈ ലോകത്തിലെ ഒരു വസ്തുവിനെയും പടക്കുന്നതിന്റെ മുമ്പ് ലോക സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർണ്ണമായും ഇലാഹായ റബ്ബി എല്ലാ ജലാലും ജമാലും അവന്റെ തൻസീഹും തനസ്സുഹും എല്ലാ പരിശുദ്ധമായ ഔസാഫുകളും നിലനിന്നുകൊണ്ടുള്ള ദാത്ത്
അവന്റെ സിഫാത്തുകൾ, അവന്റെ എല്ലാ പ്രത്യേകതകളോടും കൂടി ലോകത്തിന്റെ സൃഷ്ടാവ് ആദ്യമേ ഉള്ളവനാണ്. അവൻ ഖദീമാണ്. ഇത് വിശ്വസിച്ചവനാണ് മുസ്ലിം, അവനാണ് മുഅ്മിൻ. ഇങ്ങനത്തെ ഒരു ഇലാഹിനെ അംഗീകരിച്ചവരാണ്. ഇത് ഞാൻ പ്രത്യേകമായി പറയാനുള്ള കാരണം, ഇന്ന് ഔലിയാക്കളെ ആദരിക്കുകയും ഔലിയാക്കളെ അംഗീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ സലഫു സാലിഹ്യങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ പൈതൃകം നിലനിർത്തുന്ന ഈ വിഷയത്തിനെ തെറ്റിദ്ധരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് നമ്മുടെ ഇടയിലുണ്ട്. അതിന്റെ ആവശ്യം എന്താ? അങ്ങനെ പറഞ്ഞാൽ ശിർക്ക് സംഭവിക്കൂലേ? ഇങ്ങനെ ചെയ്താൽ അതിൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂലേ? അത് തൗഹീദിന് എതിരല്ലേ? അത് ഇസ്ലാമിന് അന്യമല്ലേ? എന്നൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നൂറ്റാണ്ടിലാണ് ഞാനും നിങ്ങളും ഈ മഹല്ല് പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര, നല്ലതുപോലെ പഠിക്കേണ്ടവരാണ്. ഇവിടെ ബഹുഭൂരിഭാഗം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ ശിർക്കും കുഫറും മുദ്ര കുത്തി അവർ മുശ്രിക്കീങ്ങളാണെന്ന് പറയാൻ യാതൊരു വിവരവുമില്ലാത്ത മനുഷ്യന്മാര് സമയം കണ്ടെത്തുന്ന കാലഘട്ടമാണ്. ഞാനിത് വിമർശിക്കാൻ പറയുകയല്ല, കുറ്റം പറയാൻ വേണ്ടി പറയുകയല്ല, നിങ്ങൾ ആലോചിക്കാനും നിങ്ങൾ ചിന്തിക്കാനും വേണ്ടി പറയുകയാണ്. ഈ മഹല്ലിൽ അത് പ്രസംഗിക്കാനോട്ട് വിളിച്ചിട്ടുമില്ല. ഞാൻ സാന്ദർഭികമായി വിഷയമൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർക്കെങ്കിലും ഉണ്ടാകും. അല്ലെങ്കിൽ ഇന്ന് ഈ മഹല്ലിന്റെ പ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിച്ചൊരു ചെറുപ്പക്കാരൻ ഒരു വിസ കിട്ടി ഗൾഫിലോ മറ്റോ പോയി ഒരു കമ്പനിയിലോ മറ്റോ ജോലിക്ക് ചേർന്ന് അവന്റെ കൂട്ടാളികളിൽ ഒരു വിദേഹത്ത് ചിന്തയുള്ളവരാണെങ്കിൽ അവനൊരു ഒന്നാം തരം വിദേഹത്തുകാരനായി ഗൾഫിലേക്ക് മടങ്ങി വരികയും സ്വന്തം ബാപ്പയും ഉമ്മയും മുശ്രിക്കാണെന്ന് പറയാൻ യാതൊരു മടിയും കൂടാതെ നടക്കുന്ന സാഹചര്യം നമ്മുടെ നാടുകളിലൊക്കെ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. റഹ്മാനായ റബ്ബി നമ്മളെ ചെറുപ്പക്കാരെ പൂർണ്ണമായി കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ലതുപോലെ നമ്മൾ ആലോചിക്കണം. ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്. സൃഷ്ടാവായ റബ്ബ് അവൻ ഖദീമാണ്. അവൻ ഒരുപാട് 10-20ഓളം സിഫത്തുകൾ, വാജിബായ സിഫത്തുകളെ കൊണ്ടും ആ സിഫത്തുകളുടെ വൈരുദ്ധ്യങ്ങൾ വരാൻ പാടില്ല എന്ന് അംഗീകരിക്കുന്നവരും അവൻ അല്ലാഹു തആലാക്ക് ജായിസായ ഒരുപാട് ഒരു സിഫത്തുണ്ട് എന്നും ഇങ്ങനെ റബ്ബിനെ സംബന്ധിച്ച് സമ്പൂർണ്ണമായി പഠിച്ചവരും മനസ്സിലാക്കിയവരും ഉൾക്കൊണ്ടവരുമാണ് ഈ മഹല്ലിന്റെ പ്രവർത്തകർ, മഹല്ല് നിവാസികൾ. അത് നല്ലോണം നമ്മൾ ആലോചിക്കണം. അതാണ് മഹല്ലിന്റെ പ്രവർത്തകരും, അതാണ് മഹല്ലിലെ വിശ്വാസികളും. ഇവിടെ വിശ്വാസങ്ങൾ നിലനിർത്തുന്നത് അല്ലാഹു തആലക്ക് 20ഓളം വാജിബായ സിഫത്തുണ്ട്. അല്ലാഹു തആല വാജിബിന്റെ 20ന്റെ വിപരീതങ്ങൾ അല്ലാഹു തആലാക്ക് വരാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് എന്നും ജായിസായ ഒരു സിഫത്തുണ്ട് എന്നും കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മുടെ പൊന്നോമന മക്കൾക്ക് നമ്മുടെ സിലബസിൽ കൂടി നമ്മൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആദർശത്തിന്റെ ഉടമകളാണ് നാം. അതുകൊണ്ട് ആ ഇലാഹിനെ ആ രൂപത്തിൽ അംഗീകരിക്കുന്ന നാം ഈ ഔലിയാക്കളെ എവിടെയൊരു സ്ഥാനത്താണ് നമ്മൾ വെക്കുക? ഈ ഔലിയാക്കളെ നമ്മൾ അംഗീകരിക്കുന്നതിന്റെ പശ്ചാത്തലമുണ്ട്. നല്ലതുപോലെ ആലോചിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അന്നിലാഹായ റബ്ബവന്റെ ഖുദ്സിയായ ദാത്ത് നിലനിൽക്കുമ്പോ അല്ലാഹു തആലാന്റെ ദാത്തിൽ ഒരുപാട് പ്രത്യേകതകൾ, സിഫാത്തുകളുണ്ട്, ബഹുമാനങ്ങളുണ്ട്. ആ സിഫത്തിൽ വളരെ മർമ്മമേറിയ സിഫത്താണ് അല്ലാഹുവിന്റെ കലാം എന്ന് പറയപ്പെടുന്നത്. അല്ലാഹുവിന്റെ കലാമുണ്ട്, അല്ലാഹുവിന് കലാമുണ്ട്. ആ അല്ലാഹുവിന്റെ കലാം അല്ലള്ളപ്പോഴേ ഉണ്ട്. അതിന്റെ നമ്മൾക്ക് കിട്ടിയതായ ആ മഹത്തായ കലാമാണ് ഫുർഖാനുൽ അദീം എന്ന് പറയപ്പെടുന്നത്. തൗറാത്തും ഇഞ്ചീലും സബൂറും ഫുർഖാനുൽ അദീമും എല്ലാം അതിന്റെ ഭാഗങ്ങളാണ്. അത് വിശദീകരിച്ച ഏടുകളും അത് അമ്പിയാക്കൾ വിശദീകരിച്ച അമ്പിയാക്കളുടെ വിശദീകരണങ്ങളും ഈ അല്ലാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് കലാമിലില്ലാത്തൊരു സംഗതി ഇവിടെ ലോകത്തില്ല. അന്ന് അല്ലാഹുവിന്റെ ദാത്തിൽ ഒരുപാട് കലാമുകൾ നിലനിന്നപ്പോ ആ കലാമിൽ പറഞ്ഞ വിഷയങ്ങളാണ് ഇവിടെ നടപ്പായത്. ഈ കാണപ്പെടുന്ന ആകാശം അല്ലാഹുവിന്റെ കലാമിലുണ്ട്, ഉണ്ടല്ലോ. ഈ കാണപ്പെടുന്ന സൂര്യൻ അല്ലാഹുവിന്റെ കലാമിലുണ്ട്. ഈ കാണപ്പെടുന്ന ചന്ദ്രൻ അല്ലാഹുവിന്റെ കലാമിലുണ്ട്. എന്താ ഇല്ലാത്തത്? നക്ഷത്രങ്ങളുണ്ട്, ഈ കാണപ്പെടുന്ന പർവ്വതങ്ങളുണ്ട്, ഈ ചുറ്റുഭാഗത്തും വെള്ളത്താൽ നിറക്കപ്പെട്ട സമുദ്രമുണ്ട്, ഈ വന്യമൃഗങ്ങളുണ്ട്, പക്ഷിപർവ്വ ജാതികളുണ്ട്, മനുഷ്യവർഗമുണ്ട്, നമ്മളെ കണ്ണുക്കുന്ന അഗോചരമായ ജിന്നവർഗമുണ്ട്, അതുപോലെ മലായിക്കത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കലാമിൽ, ഖദീമായ കലാമില് അള്ളാഹു നിറച്ചു വെച്ചിട്ടുണ്ട്. അത് ഹാദിസല്ല, അത് അന്നുള്ളപ്പോഴേയുള്ള തത്വങ്ങളാണ്. ആ പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ നടപ്പായതാണ് പ്രപഞ്ചം എന്ന് പറയപ്പെടുന്നത്. അല്ലാതെ
നമ്മളിവിടെ ഇങ്ങനെ പുതുതായി വന്നിട്ട് കലാമിനൊന്നും വ്യാഖ്യാനിക്കാനും കലാമിനൊരു ദുർവ്യാഖ്യാനം ചെയ്യാനും ചിന്തിക്കാൻ വേണ്ടി വന്നവരല്ല നമ്മൾ. മറിച്ച് അള്ളാന്റെ കലാമിലുള്ള വിഷയങ്ങൾ നടപ്പായതാണ്. ബാപ്പ, അത് ഖുർആൻ പറഞ്ഞ വിഷയമാണ്. ബാപ്പാര്, ഉമ്മാര്, ഭാര്യാര്, ജ്യേഷ്ഠനാര്, പെങ്ങന്മാരാര്, എന്താണ് സ്വത്ത്, എന്താണ് അനന്തരാവകാശം, എങ്ങനെയാണ് പ്രസവിക്കേണ്ടത്, എങ്ങനെയാണ് ജനിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മക്കളെ ഉൽപ്പാദിപ്പിക്കേണ്ടത്, എങ്ങനെ വളർത്തണം, എല്ലാം അള്ളാഹുവിന്റെ കലാമാണ്. ഈ കാണപ്പെടുന്ന പള്ളി അത് അള്ളാഹുവിന്റെ കലാമിലുള്ള വിഷയമാണ്. എന്താ ഇവിടെ കലാമിലില്ലാത്തൊരു സംഗതി? അള്ളാന്റെ ഖുർആനിലും അത് വിശദീകരിച്ച 23 കൊല്ലത്തെ റസൂലുള്ളാന്റെ ജീവിത പദ്ധതിയാകുന്ന അള്ളാന്റെ കലാമിലില്ലാത്ത വിഷയമേതാ? അതിലൊന്നുകൂടിയുണ്ട്. എന്താ ഉള്ളത്? നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും ആ കലാമിലുണ്ട്. അങ്ങനെയും കൂടിയുണ്ട്. എന്താണ് നരകത്തിന്റെ അടയാളം? അതും ആ കലാമിലുണ്ട്. എന്താണ് സ്വർഗവാസിന്റെ അടയാളം? അതും ആ കലാമിലുണ്ട്. കലാമിലില്ലാത്ത എന്താ? ഇവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ അത് അള്ളാന്റെ കലാമിൽ പറഞ്ഞ വിഷയം നടപ്പാവുകയാണ്. റഹ്മാനായ റബ്ബി നമ്മളെ നാടിന് സർവ്വ കുഴപ്പങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾ നല്ലതുപോലെ ആലോചിക്കണം, നല്ലതുപോലെ ചിന്തിക്കണം. അള്ളാന്റെ കലാമിലില്ലാത്തൊരു വിഷയം ഇവിടെ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇന്ന് ഈ കൈതക്കോട് മഹലിൽ ഈ സമയത്ത് ഈ സ്റ്റേജിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ച് കൂടി നിങ്ങൾ അഭിമുഖീകരിച്ച് ഞാൻ പ്രസംഗിക്കുന്നു എങ്കിൽ അത് അള്ളാന്റെ കലാമിന്റെ ഒരു മുത്തഅല്ലഖായ സംഗതിയാണ്. അല്ലാത്തൊരു സംഗതി ഇവിടെ നടപ്പാവൂല. അങ്ങനെയല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ? അള്ളാന്റെ കലാമ് മാത്രമാണ്. അതല്ലേ ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നേതാവായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഒരു ശത്രുവായ ഒരു വ്യക്തി ഒരു ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു. അടി അങ്ങോട്ട് കൊടുത്തപ്പോൾ മൂപ്പരൊന്നും മിണ്ടിയില്ല. കാരണം മൂപ്പര കൽബിലുണ്ട് ഇത് അള്ളാന്റെ കലാമിലുള്ള സംഗതി. അത് നടപ്പാക്കാതിരിക്കുമോ? ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു. മൂപ്പരൊന്നും മിണ്ടിയില്ല. മിണ്ടാതെ വന്നപ്പോൾ ഉസ്താദിന്റെ ഇബ്രാഹിം അദ്ഹം തങ്ങളെ മുരീദുമാര് പുഞ്ചി പൊട്ടിച്ചിരിച്ചു. എന്താ പൊരിച്ച് കളിയാക്കിയതല്ല. ഓ, ആ ശത്രു അക്രമിയായ മനുഷ്യ ഒരു അടി കൊടുത്തപ്പോ ഞങ്ങളെ ഷെയ്ഖ് ഒന്നും മുണ്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളെ ഷെയ്ഖിന്റെ ദറജ കൂടിയിരിക്കുന്നു. അവിടുക്കാ മുഹിബീങ്ങൾ മുരീദുമാര് ചിന്തിച്ചത്. ഞങ്ങളെ ഷെയ്ഖിന്റെ ദറജ ഒന്ന് കൂടിപ്പോയി. നല്ല സബൂറുള്ള ആളാണ്, നല്ല അടയാളം കൊണ്ട് മുത്തസിഫായ ആളാണ്. അതുകൊണ്ട് ഞങ്ങളെ ഷെയ്ഖിന്റെ ദറജ ഒന്ന് കൂടിപ്പോയി. രണ്ടാമതൊരടി കൊടുത്തു. അപ്പോഴും ഷെയ്ഖൊന്നും മുണ്ടിയില്ല. അപ്പോഴും മുരീദുമാർക്ക് സന്തോഷായി. മൂന്നാമതൊരടി കൊടുത്തു. അപ്പോഴും ഷെയ്ഖൊന്നും മിണ്ടിയില്ല. മുരീദുമാർക്ക് വലിയ ഇഷ്ടമായി. ഞങ്ങളെ ഷെയ്ഖ് മഹാൻ തന്നെ, ഞങ്ങളെ ഷെയ്ഖ് വലിയ ആള് തന്നെ. നാലാമത്തെ അടി അങ്ങോട്ട് അടിക്കാൻ ഉദ്ദേശിച്ചപ്പോ ആ അടിക്കാൻ ഉദ്ദേശിച്ചവന്റെ കൈ പറക്കിന്ന് തെറ്റി. പിന്നെ അടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ മുരീദുമാർക്ക് എന്തെങ്കിലും ഒരു വിഷമോ, എന്റെ ഇപ്പൊ ഉസ്താദ് മൂപ്പർക്ക് കുരുത്തക്കേട് കൊടുത്തോ, ഞങ്ങളെ ഉസ്താദ് മനസ്സിന് വല്ല വെറുപ്പും കരുതിയോ? അങ്ങനെ ഉസ്താദ് മൂപ്പർക്ക് പിന്നെ തല്ലാൻ വയ്യ. അങ്ങനെ മുരീദുമാരടിയിലേക്ക് വന്നപ്പോ മുരീദുമാര് ചോദിച്ചു, നിങ്ങൾ എന്താ പണിയായി ചെയ്തത്? ആ സാധുവിന്റെ കയ്യിൽ പാവപ്പെട്ട വിവരദോഷി വിവരമില്ലാത്തൊരു സംഗതി ചെയ്യുമ്പോ നിങ്ങൾ ആ സാധുവിന് കുരുത്തക്കേട് എടുക്കേ? ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു, ഞാനൊരു കുരുത്തക്കേടും കൊടുത്തിട്ടില്ല, ഞാൻ ഒന്നും എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. നാലാമത്തെ അടി അടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അയാളെ കൈ പറക്കിയത് തെറ്റിയത് അള്ളാഹുവിന്റെ ഖളാ ആണ്. അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനം നടപ്പായതാണ്. ഞാനൊന്നും കരുതിയിട്ടില്ല മുരീദുമാരെ എന്ന് പറഞ്ഞെങ്കിൽ ഔലിയാക്കൾ കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് കാണുക. അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കട്ടെ, മനസ്സ് അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഔലിയാക്കൾ ഈ അള്ളാഹുവിന്റെ കലാമിൽ എല്ലാ സംഗതിയുണ്ട്, ഇനി ഇല്ലാത്തതൊന്നുമില്ല. നല്ല സംഗതിയിൽ അതിമർമ്മമായി നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി, അതിപ്രധാനമായി പഠിക്കേണ്ട സംഗതി. നമ്മളൊന്നും ഈ ലോകത്ത് ആദ്യമായി ഇങ്ങോട്ട് വന്നതല്ല. ഇതിനു മുമ്പ് ഉമ്മാന്റെ ഗർഭലോകത്ത് നമ്മൾ വന്നിരുന്നു. അത് കലാമിലുള്ളത് തന്നെ. കാരണം ഒന്നാമത്തെ ആയത്തിൽ ആദ്യമായി ഇറങ്ങിയ ആയത്തന്നെ ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ചാ സംസാരിക്കുന്നത് അല്ലേ? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യവർഗത്തിനെ അട്ടയെപ്പോലെ ഒട്ടിപ്പിടിച്ച വയറിൽ ഭ്രൂണത്തിൽ നിന്ന് പടച്ച അല്ലാഹു ആദ്യം തന്നെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഗർഭസ്ഥകാലത്ത് അട്ടയെപ്പോലെ ഒട്ടിപ്പിടിച്ച് കണ്ടിരിക്കുന്ന മനുഷ്യവർഗത്തിനെയാണ്. മനുഷ്യവർഗത്തിൽ നിങ്ങൾ എന്തെങ്ങനെ സംസാരിക്കുന്നത്? കാര്യപ്പെട്ട
പറഞ്ഞോളി, കുഴപ്പമില്ല, കാര്യപ്പെട്ടവല്ല അർത്ഥാനും വേണം. മജ്ലിസാവുമ്പോഴേ നല്ല റഹ്മത്തിൻ്റെ മലായികത്തുണ്ടോ, അപ്പോൾ അവരുടെ ലിസ്റ്റിൽ നമ്മൾ മോശമാകാൻ പാടില്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയായിരിക്കും, ഇത് കുഴപ്പമില്ല സംഗതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കലാമിലില്ലാത്തൊരു സംഗതി ഇല്ല. എല്ലാം അള്ളാഹുവിൻ്റെ കലാമിലുള്ളതാണ്. ഈ കാണപ്പെടുന്ന പർവ്വതങ്ങൾ എല്ലാം കലാമിലുള്ളതാണ്. അതിൽ അൽഹംദുലില്ലാ നമ്മൾ ഈ ജനനവും മരണവും ഇവിടെ വരലും ഈ കൈതക്കോടും ഈ പരിപാടിയും ഒക്കെ അള്ളാഹുവിൻ്റെ കലാമിൽ സാബിക്കായ ഖളായിലുള്ളതാണ്. ഇവിടെ സ്വർഗവാസി ആര്, നരകവാസി ആര്, അടയാളം അള്ളാഹുവിൻ്റെ കലാമിൽ വന്നിട്ടുണ്ട്. വരാത്തൊരു സംഗതി ഇവിടെ ഇല്ല. നമ്മൾ ഈ ലോകത്ത് വരുന്നതിന് മുമ്പ് ഗർഭലോകത്ത് നമ്മളുണ്ടായിരുന്നു. അവിടെ വരുന്നതിന് മുമ്പ് ആത്മീയ ലോകത്ത് നമ്മൾ അർവാഹുകളെല്ലാം കൊണ്ടുവന്നിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് മരിച്ചു കഴിഞ്ഞാൽ ഒരു മരണം വരാനുണ്ട്. ആ മരണത്തോടുകൂടി 4ാമത്തെ ലോകത്തിലേക്ക് നമ്മൾ കിടക്കും. ആ 4ാമത്തെ ലോകം കഴിഞ്ഞാൽ 5ാമതൊരു വീട് വരാനുണ്ട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂര്യ എന്ന കാലത്തിൽ ഊതുന്ന 2ാമത്തെ ഊത്തിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ പദമാണ് സാഖ. സാഖത്ത് എന്ന ഊത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, സാഖത്ത് എന്ന് പറഞ്ഞ ഊത്തിന് 2ാമത്തെ ഊത്തിന് സാഖത്ത് എന്ന് പറയാൻ കാരണം എന്താ? എന്തോ കാര്യമായി സംഭവിക്കാനുണ്ട് ശ്രദ്ധ. ഒരശ്രദ്ധ ആർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും ശ്രദ്ധ. ഒരു വലിയ വിഷയത്തിൽ എല്ലാവരുടെ കൽബും ജോലിയായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഊത്ത് 2ാമത്തെ ഊത്ത് ഇവിടെ വരും. ആ 5ാമത്തെ ഭവനമാകുന്ന ആലമുൽ ആഖിറത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ, നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയാണ് നരകവും സ്വർഗവും തീരുമാനിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ കലാമാണ്, നടപ്പാകും. എല്ലാം കള്ളുകുടിയന്മാർ ഇവിടെ വരും, നടക്കണില്ലേ? വ്യഭിചാരികൾ ഇവിടെ വരും, നടക്കണില്ലേ? മുനാഫിക്കുകൾ വരും, പുറത്തൊന്ന് കാണിച്ച് ഉള്ളിലൊന്ന് മറച്ചു വെക്കുന്ന കപടന്മാർ ഇവിടെ വരും. കലാമിലില്ലേ? എന്താ കലാമിലില്ലാത്ത സംഗതി ഏതാ? എല്ലായിട്ട് കള്ളന്മാർ വരും, കൊള്ളക്കാര് വരും, കൊലയാളികൾ വരും, ദൈവത്തുകാരും വരും, നബീമത്തുകാരും വരും. ഇവിടെ ഭൂമിയിൽ വരാത്തത് എന്താ? എല്ലാ സംഗതികളും നടക്കും. ഇസ്ലാമിന് അന്യമായ മാതാപിതാക്കളെ വീടുകളിൽ അടിമപ്പണിയെടുപ്പിക്കുന്ന മുസ്ലിമീങ്ങൾ ഇവിടെ വരും. അത് അള്ളാഹുവിന്റെ കലാമാ, നടപ്പാവും, നടക്കാതിരിക്കൂല. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ അള്ളാന്റെ കലാമിൽ വന്നിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം നമുക്ക്. ആ കലാമിൽ വന്ന വിഷയങ്ങൾ നടപ്പാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണവും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, കലാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ ഭൂമിയിലുള്ള ഈ കാണപ്പെടുന്ന ഈ ദുനിയാവ് പറഞ്ഞ ഈ 3ാമത്തെ വീട്ടില് ആകെ സ്വാധീനം അള്ളാഹു ഇബ്ലീസിനും അനുയായികൾക്കാണ് കൊടുക്കുക. നമ്മളെ കൽബിന്റെ ഉള്ളറയിൽ കയറിയിരിക്കുന്നത് ഇബ്ലീസാ. അതും ഖുർആനിലുണ്ട്. തമാശ പറയല്ല. എന്തിനപ്പ നമ്മളോട് ഇങ്ങനെ ഉറങ്ങി സമയത്തൊരു വാങ്ങി ഉറക്കത്തിനേക്കാൾ ഉത്തമം നിസ്കാരമാണ് കേട്ടോ. അപ്പൊ നമ്മളൊക്കെ ചാടി എഴുന്നേറ്റ് ഓടാണ്, ജമാഅത്തിന് ഓടുക, അല്ലെങ്കിൽ നമ്മൾ ഒന്നുണ്ടാക്കി നിസ്കരിക്കുക. കാരണം അത് പിശാചിനോടുള്ള സമരമാണ്. ഉറങ്ങണ സമയം എഴുന്നേറ്റ് നിസ്കരിക്കാൻ പിശാചിനോടുള്ള സമരം തന്നെയാണ്. എന്താ സംശയം? അവിടുന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് ളുഹറിന്റെ സമയത്തൊരു വിളി, അസറിന്റെ സമയത്തൊരു വിളി, മഗ്രിബിന്റെ സമയത്തൊരു വിളി, ഇശാഇന്റെ സമയത്തൊരു വിളി. പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്ലാമിക മൂല്യത്തിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ എല്ലാ വിഷയത്തിലും സ്വാധീനം ചെലുത്തുന്ന ഇബ്ലീസുൽ ലഈൻ കൽബിന്റെ ഉള്ളറയിൽ സ്ഥാനം പിടിച്ചു കിടക്കുകയാണ്. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ, ഹൃദയം ഒന്ന് ശുദ്ധിയാക്കി തരട്ടെ. ഓന്റെ സ്വാധീനവും ഓന്റെ കഴിവും ഖുർആനും ഹദീസും പറഞ്ഞത് ഇപ്പൊ പറയാൻ സമയമില്ല. ഉദാഹരണത്തിന് മനസ്സിലാക്കുക. സ്വർഗത്തിൽ കടന്ന അബുൽ ബഷർ ആദം നബി സ്വർഗത്തിലെത്തിയിട്ട് സ്വർഗത്തിന്റെ പുറത്തുനിന്ന് വയലറിഞ്ഞു കൊടുത്ത് വലിയ നസീഹത്ത് ചെയ്ത് കണ്ടാണ് വാപ്പാനിമ്മാനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് വാപ്പിമ്മയും സ്വർഗത്തിൽ നിന്ന് പുറത്തായപ്പോ മക്കളാകുന്ന ഞമ്മക്കും അത് ബാധ്യതയായി. നമ്മളും ഈ ഭൂമിയിൽ പെട്ടു. ഇനി നമുക്ക് ഇവിടെയുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഇബ്ലീസിന്റെ കെണിവലയിൽ പെടാതെ ജീവിക്കലാണ്.
ഒരു ഇബ്ലീസിനെ അവന്റെ അനുയായികളെയും അല്ലാഹു പ്രപഞ്ചത്തിൽ പടച്ചു. അതിനാ പള്ളി, അതിനാണ് വാങ്ക്, അതിനാണ് വൈക്കെത്തിയിട്ട് നമ്മൾ വാങ്ങ് കൊടുക്കുന്നത്. ഇവിടെ ഭീകരവാദം ഉണ്ടാക്കാനല്ല വാങ്ങ് കൊടുക്കുന്നത്, തീവ്രവാദം ഉണ്ടാക്കാനല്ല വാങ്ങ് കൊടുക്കുന്നത്. പൈശാചികമായി കുടിലം കൊണ്ട മുസ്ലിം കൽബുകൾക്ക് ഇസ്ലാമിക ഉത്തേജനം ലഭിക്കണം. ഈ വിളിയങ്കട്ട് കേൾക്കുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ചാടി എഴുന്നേറ്റ് മുസ്ലിമായ മനുഷ്യൻ എല്ലാ പണിയും നിർത്തിവെച്ച് അവനും പ്രഖ്യാപിക്കുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിശാചിന് അവന്റെ കൽബിൽ നിൽക്കാൻ ഇടമില്ല. അതിനവിടെ ആ പിശാചിനോട് സമരം ചെയ്യാനാണ് അല്ലാഹു നമ്മളെ പഠിച്ചത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിനെ കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ കലാം ഇങ്ങനെ നടപ്പാകുകയാണ്. ഇവിടെ ഒക്കെ നടപ്പാകുന്നുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആണും പെണ്ണും കൂടി കലർന്ന് ഹയാറും രക്ഷയുമില്ലാത്ത മരിച്ചോടത്ത് വരെ ആണും പെണ്ണും കൂടിക്കലർന്ന് അങ്ങും സൊറകളും തമാശകളും പറഞ്ഞ് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഇടിച്ചു താത്തുന്നതിന് യാതൊരു മടിയുമില്ലാത്ത കാലഘട്ടമല്ലേ ഇന്ന്. റസൂലുള്ള പറഞ്ഞ ആ കലാം ഇവിടെ പുലരും. അല്ലാഹു നമ്മളെ സലാഹിന്റെ അഹ്ലികാരിൽ അല്ലാഹു പെടുത്തി തരട്ടെ. എല്ലാം നടക്കുമ്പോഴേ ഇവിടെ നടക്കാത്തതൊന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഭയപ്പെടണം. എന്തിനാ നമ്മൾ ഈ കൈതക്കോട് മഹൽ അജ്മീർ ഉറൂസ് നടത്തുന്നത്? ഞാൻ പറയാൻ പോകുന്നതിന്റെ വിഷയത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ഈ പാവപ്പെട്ട സമൂഹത്തിനെ ഈമാനിൽ നിന്നും ഹിദായത്തിൽ നിന്നും തെറ്റിക്കാൻ അവന്റെ കൽബിന്റെ ഉള്ളറകളിൽ വരെ ഇബ്ലീസിന് അല്ലാഹു സ്വാധീനം നൽകിയെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. മയ്യശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനാ ഫഹുവ ലഹു ഖരീൻ. അല്ലാഹ് എന്ന പേടിയിൽ നിന്നും അല്ലാഹ് എന്ന വിചാരത്തിൽ നിന്നും ഹൃദയം വല്ല മനുഷ്യന്റെയും മനസ്സ് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കൽബിന്റെ ആധിപത്യം പിശാചിനാണെന്നല്ല പറഞ്ഞു. ഫഹുവ ലഹു ഖരീൻ. ആ പിശാച മനുഷ്യന്റെ കൂടെ പിറപ്പാണെന്നും അവനെ എല്ലാ വിഷയത്തിലും നിയന്ത്രിക്കുമെന്നും അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ പറഞ്ഞു പോയി. അതുകൊണ്ട് ഭൂമിയിലെല്ലാം നടക്കും. ഇപ്പൊ നമ്മളെ നാട്ടുംപുറങ്ങളിലൊക്കെ കള്ളുഷാപ്പ് വർദ്ധിച്ചു. എന്താ വരാൻ കാരണം? ഇനി അങ്ങനെ പോയി പോയി എവിടെ എത്തുന്നറിയോ? അല്ലാഹു അല്ലാഹു എന്ന് പറയപ്പെടാൻ ഭൂമിയിൽ ആളുള്ള കാലത്ത് ഖിയാമത്ത് നാൾ ഉണ്ടാകൂല. ഹബീബ് മുത്തു റസൂലുള്ളാഹി. ആലോചിക്കണം, നല്ല ചിന്തിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഭൂമുഖത്തിൽ എല്ലാ സുഖ സൗകര്യവും അങ്ങോട്ട് കൊടുത്തിട്ട് ആർക്കും അല്ലാന്ന് പറയാനുള്ള ഒരു വിചാരം ഉണ്ടാവൂല. അതിലെ പണ്ടൊക്കെ ഇവിടുത്തെ കാരണന്മാരെ വീട്ടില് മൊല്ലമാരെ വെച്ച് ഖുർആൻ ഓദിച്ചിരുന്നു. അപ്പൊ അതുണ്ടോ? ഇല്ല. എന്നാലും ആ വീട്ടിൽ ഖുർആൻ ഓത്ത് നടക്കണം. അങ്ങനെ ഒരു നിർബന്ധമുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. വീടുകളിൽ അല്ലാഹുവിന്റെ കലാമില്ല. മുസ്ഹഫുകൾ അലമാരിയിൽ വെച്ച് എവിടെങ്കിലും മുസ്ഹഫ് കിടന്നാൽ തന്നെ ബാപ്പ പറയലെന്താ? അത് കുട്ടികളെ മുസ്ഹഫാ. കാരണം ബാപ്പാക്ക് അത് ആവശ്യമില്ല. ബാപ്പാക്ക് അങ്ങനെ ഒരു മുസ്ഹഫിന്റെ ആവശ്യമില്ല. അത് കുട്ടികളെ മുസ്ഹഫാ എന്ന് പറയപ്പെടുന്ന അവസ്ഥയിൽ സമൂഹമെത്തി. അങ്ങനെ വീടുകളെല്ലാം സിനിമാ ഹാളുകളായി പോയിപ്പോ ഇപ്പൊ എല്ലായിടത്തും സിനിമകൾ തുടങ്ങിയിടത്തൊക്കെ പൂട്ടുകയാണ്. ഇപ്പോ നമ്മളവിടെ ഒരു സിനിമകൾ തുടങ്ങിയിട്ട് ഇപ്പൊ അത് ബാറാക്കി മാറ്റി. അപ്പൊ എന്റെ സിനിമകൾ മാറ്റി ബാറാക്കിയത് അന്വേഷിച്ചപ്പോ ഇപ്പൊ സിനിമ ആണ്. കാരണം 24 മണിക്കൂർ 24 അവേഴ്സും ഇപ്പൊ എന്താണ് സിനിമ കാണല്ലേ. വല്യാപ്പ ഇങ്ങനെ സീരിയലും ചാനലും പേരക്കുട്ടിക്ക് എടുത്തു കൊടുക്കല്ലേ. ആ സീരിയലൊന്നും എടുത്തടാ, ആ ചാനലൊന്നും എടുത്തടാ, പാപ്പ ഇങ്ങനെ എടുത്തു കൊടുക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊരു മഹലിൽ നടത്തുന്ന പരിപാടിയാണ്. മഹലിൽ ജീവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ വിഷയം ഓർമ്മാക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. അല്ലാതെ ഈ നാട്ടുകാർ അങ്ങനെയാണെന്നല്ല, അല്ലാന്നും അല്ല. ആണെങ്കിൽ അവരോട് തന്നെയാണ് പറയുന്നതും. അതിന് മടിയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് നിങ്ങൾ ആലോചിക്കണം, നല്ലതുപോലെ ചിന്തിക്കണം. അങ്ങനെ കഴിഞ്ഞ് ഇപ്പൊ അവന്റെ കയ്യിലുള്ള കുട്ടികളെ കയ്യിലുള്ള മൊബൈല് ഫുൾ ഓപ്ഷനുള്ള സെറ്റാണ് ഇപ്പൊ ഏത് ത്രീയാണെന്നാലും പണ്ട് MP3 ആയിരുന്നു. ഇപ്പൊ എന്ത് ത്രീയാണെന്ന് അറിയില്ല. അങ്ങനെ പല ത്രീകളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല ത്രികോണങ്ങളും ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 24 അവേഴ്സും ഒരു ചെറുപ്പക്കാരന്റെ കൽബ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുക. ചില കുട്ടികളെ കയ്യിലൊക്കെ എത്ര മൊബൈലുകളാണെന്നറിയോ? ഈ വലത്തെ കയ്യിലൊന്ന്, ഇടത്തെ കയ്യിലൊന്ന്, അങ്ങനെ വേറൊന്ന്, ഈ കീശയിലൊന്ന്, മറ്റേ കീശയിലൊന്ന്, പിന്നെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഇട്ടിട്ടുണ്ടാവും. ചവിട്ടിലൊന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും.
ഒരു മാല ഇങ്ങനെ കെടുക്കുന്നുണ്ടാവും. അതിന്റെ പുറമെ വല്ല കുതിരട്ടത്തിന്റെ വിചാരിച്ച് കയ്യുമ്പോൾ ഒരു ശങ്കല ഉണ്ടാവും, ഈ കയ്യുമ്പോൾ ഒരു നൂലുണ്ടാവും. മാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇത് മുസ്ലിമാ തിരിച്ചറിയാത്ത ഒരു ബർമുടെ എന്താ ഒരു സാധനം ഇടാണ്ട് അത് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകം, അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കൈത കോടനാവണട്ടോ, ഞാൻ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് അജ്മീർ ഉറൂസാണ് നടക്കുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ ചിന്തിക്കണം. നിങ്ങളൊരു പരിപാടി നടത്തിയാൽ എന്തെങ്കിലും ഒരു ആത്മീയമായ മാനസികമായ പരിവർത്തനം നമ്മളെ ജീവിതത്തിൽ ഈ പരിപാടി കൊണ്ട് നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിക്കൂ, അങ്ങനെ എല്ലാം മാറി റസൂലുള്ള പറഞ്ഞു കൊടുത്തേക്ക് എത്തെടുപ്പോ എന്ത് അള്ളാ എന്ന് പറയാൻ ആളെ ഇപ്പൊ മരിക്കുമ്പോ ഒരു ദിക്റ് കൊടുക്കാനും ഇപ്പൊ അവസരം. എന്തുകൊണ്ട് വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച് അപ്പൊ പോലെ വെന്റിലേറ്ററിൽ കയറ്റി, ആർക്കും കിടക്കാൻ പാടില്ല, അങ്ങനത്തെ അവസ്ഥയിലെ വെന്റിലേറ്റർ. പിന്നെ എങ്ങനെ ഈ മനുഷ്യൻ കിടക്കണ മനുഷ്യന് ഒരു ലായിലായിലുള്ള ചൊല്ലി കൊടുക്കുക, ഒരു അള്ളാഹു പറഞ്ഞു കൊടുക്കുക. അവിടെയാണ് ഖാജാ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ആ മര്യാദ, അതിന്റെ പ്രത്യേകത നമുക്ക് ഉൾക്കൊള്ളാൻ പോകുന്നത്. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കട്ടെ. എല്ലാം കഴിഞ്ഞു, എന്താ ഉള്ളത് ഇവിടെ? എല്ലാം സീറോ ആയി മാറിയല്ലപ്പോ, എല്ലാം സീറോ ആയിക്കൊണ്ടിരിക്കുന്നു. ഉള്ളില്ല, കഴമ്പില്ല, കാമ്പില്ല, ലോകമാന്യം മാത്രം, അല്ലെങ്കിൽ കിബറ് മാത്രം, അല്ലെങ്കിൽ അസൂയ മാത്രം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികമായ രോഗങ്ങൾ മാത്രം. ഇതല്ലപ്പോ മാറണം സഹോദര, മാറണം. ഇങ്ങനെ പൈശാചികമായി കുടിലം കൊള്ളുന്നൊരവസ്ഥ അള്ളാഹു ഭൗതികതയ്ക്ക് വെച്ചപ്പോ കലാമിൽ പറഞ്ഞ ഭൗതികത ഇവിടെ നടക്കും, നടക്കാതിരിക്കൂല. അപ്പൊ അള്ളാഹു താല ഈ പാവപ്പെട്ട ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തിനെ തെരഞ്ഞെടുത്തു. അവരാണ് അംബിയാ മുർസലുകൾ. അവർക്കാണ് അംബിയാ മുർസലുകൾ വെക്കുന്നതിന്റെ ആവശ്യമത. ഈ പാവപ്പെട്ടവരെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? അവരെ കൈപിടിച്ച് നിയന്ത്രിക്കാൻ ഒരു വിഭാഗം വേണം. അവർക്ക് നോക്കാനും അവർക്ക് കാണാനും അവരോട് നല്ല മട്ടത്ത് പറഞ്ഞു കൊടുക്കാനും അവരെ കൂട്ടത്തിൽ നിന്നുള്ളൊരു വിഭാഗം ഇവിടെ വരണം. അതിന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് അംബിയാ മുർസലുകൾ എന്ന് പറയാം. അപ്പൊ അംബിയാ മുർസലുകൾ ആരാവണം? പൈശാചികത അണുമണി തൂക്കം ഇല്ലാത്തവരാവണം. അതാണ് സുന്നത്തി ജമാഅത്ത് വിശ്വസിക്കുന്നത്. അംബിയാ മുർസലുകൾക്ക് തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല, തെറ്റ് സംഭവിക്കൂല. അത് വിശ്വസിക്കാൻ ഞാൻ അംബിയാക്കൾ വന്നതിന് മയനല്ല, അർത്ഥമില്ല. അമ്പിയാക്കൾ വന്നതിന്റെ ഉദ്ദേശം പാവപ്പെട്ട ഈ ഉമ്മത്തിന് 4 ഭാഗത്തിൽ നിന്നും പിശാച് പിടിച്ചിടങ്ങേറാക്കുമ്പോ ആ പിശാച് പിടിച്ചിടങ്ങേറാക്കുന്ന വിഭാഗത്തിനെ രക്ഷപ്പെടാൻ അവരെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞയക്കപ്പെടുന്ന അംബിയാ മുർസലുകൾ ലോകത്ത് വരണം. ആ അംബിയാ മുർസലുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ യോഗ്യത പൈശാചികമായ ഒരു അണുമണി തൂക്കം അവർക്ക് സംഭവിക്കാൻ പാടില്ല. ഇതിന്റെ വസ്തുത. അപ്പൊ നബിമാർക്ക് തെറ്റ് സംഭവിക്കുന്നു പറഞ്ഞവർക്ക് കാര്യം എന്താണെന്നോ ദീനുൽ ഇസ്ലാം എന്താണെന്നോ അള്ളാന്റെ കലാം എന്താണെന്നോ ഈ അമ്പിയാക്കൾ വന്നതിന്റെ ലക്ഷ്യം എന്താണെന്നോ മനസ്സിലായിട്ടില്ല. അവരിങ്ങനെ ബാഹ്യമായ കണക്കൂട്ടൽ, ഒരു മനുഷ്യരല്ലേ, ഒരു മനുഷ്യന്മാരല്ലേ, അവര് മനുഷ്യന്മാരല്ലേ എന്നുള്ള കണക്കൂട്ടൽ മാത്രമായി പോയി. ആ കണക്കൂട്ടലാണ് ആകെ തെറ്റിച്ചത്. അങ്ങനല്ല കണക്കൂട്ടേണ്ടത്. അമ്പിയാക്കൾ ആരാണെന്ന് കലാമിൽ പറഞ്ഞിട്ടുണ്ട്, അത് അമ്പിയാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, അത് പഠിക്കണം. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവും അമ്പിയാക്കൾ പാപസുരക്ഷിതരാണെന്ന് മനസ്സിലാവും, ബോധ്യപ്പെടും. ഞാൻ ചുരുക്കുകയാണ്. അമ്പിയാക്കൾ ലോകത്ത് വന്നു, അവരൊക്കെ നിലനിർത്തി, കൃത്യമായി നിലനിർത്തി. ഹബീബ് മുത്തു റസൂലുള്ളാഹി തങ്ങളെ വരവോടുകൂടി അമ്പിയാക്കൾ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ലോകം നശിക്കല. ഇനി ലോകം നശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റസൂലുള്ള ഇവിടെ കാലാകാലം ജീവിച്ചിരുന്നാൽ പറ്റൂല. റസൂലുള്ള വഫാത്താവും. റസൂലുള്ളാഹിന്റെ വഫാത്ത് വന്നെങ്കിലേ ലോകാവസാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു തആല എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ വഫാത്താക്കി. അന്ന് ഹയാത്ത് കാലത്ത് പറഞ്ഞു നിങ്ങൾക്കൊരു നബി വരൂല, നബി വന്നാൽ പറ്റൂല. ഇവിടെ എന്നും ദീനല്ല, ഇവിടെ ഖിയാമത്ത് നാൾ ഉണ്ടാവുമോ? അല്ലാഹുവിന്റെ കലാമല്ലേ ഖിയാമത്ത് എന്ന് പറഞ്ഞാല് അത് നടക്കണ്ടേ? കുല്ലു ശൈഇൻ നാലികുൻ ഇല്ലാ വജ്ഹഹു കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഇതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ? എല്ലാം മരിച്ചു പോകും, എല്ലാം നശിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യണം? ഒക്കെ മരിച്ചു നശിച്ച് ഈ കലാമിൽ പറഞ്ഞതൊക്കെ നടപ്പാകണമെങ്കിൽ അമ്പിയാക്കൾ ഇവിടെ ലോകത്ത് നിലനിന്നാ പറ്റൂല. അപ്പൊ റസൂലുള്ളാഹി ലോകത്തോട് വിട പറയും മുമ്പ് പറഞ്ഞു, നന്നാവണമെന്ന് ആവശ്യമുള്ളവർക്ക് ഈ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശം ഞാൻ ആലിമീങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അനന്തരാവകാശികൾക്കാണ് ആലിമീങ്ങൾ എന്ന് പറയാം. അവരാണ് ആലിമീങ്ങൾ. ഒരു നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടാകും,
അവിടെ ഭരണം നടത്തുന്ന കൈകാര്യകർത്താക്കളാകുന്ന അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് ഉമറാവും ഉണ്ടാകുമ്പോ പൂർണ്ണമായ നാട്ടിൽ ദീന് നടപ്പാക്കേണ്ട ബാധ്യത രണ്ടു കൂട്ടരും കൂടി നിലനിർത്തും. ഇത് റസൂലുള്ളാഹി പറഞ്ഞു. അതിൻ്റെ ഒരു അടയാളമാണ് ഈ കൈതക്കോട് മഹല്ലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം, നമ്മൾ നല്ലതുപോലെ ചിന്തിക്കണം. ഈ അനന്തരാവകാശികളാകുന്ന ഈ ആലിമീങ്ങൾ അവർക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമെന്ത്? അവരെടുക്കൽ അമ്പിയാക്കൾ അനന്തരാവകാശികളാ. അണുമണി തൂക്കം പൈശാചികത അവരെടുത്ത് സംഭവിക്കാൻ പാടില്ല. അതാണ് ആലിമീങ്ങൾക്ക് ഉണ്ടാകേണ്ട ഗുണം. തീരെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാതെ കാത്തു സൂക്ഷിച്ചാൽ ആ ആലിമീങ്ങളെ അള്ളാഹു ഉയർത്തുന്ന മഖാമിനാണ്, കൊടുക്കുന്ന ദറജക്കാണ് ഔലിയാ എന്ന് പറയപ്പെടുന്നത്. ഇതിനാണ് ഔലിയാക്കൾ എന്ന് പറയാ. ഈ ആലിമീങ്ങൾ, ഇൽമ പഠിച്ച ആലിമീങ്ങൾ 100% പൈശാചികമായ മേഖലയിൽ നിന്നകന്ന് തൻ്റെ നഫ്സിനെയും തൻ്റെ ജീവിതത്തിനെയും കൺട്രോൾ ചെയ്ത് നല്ല ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് നീക്കിയാൽ അതിന് ഔലിയാക്കൾ നിലനിർത്തേണ്ട വഴിയെന്ത്? ഒരുപാട് കിതാബിൽ പല മർമ്മങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് വലിയാകാനുള്ള വഴികൾ. ഔലിയാക്കളുടെ കിതാബായ കിതാബുൽ അദ്കിയയിൽ ഒരാൾക്ക് വലിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് വിഷയം പറഞ്ഞതിൽ ആ പറഞ്ഞ വിഷയമാണ് ഒന്ന് തൗബ ചെയ്യണം. അവർ പൂർണ്ണ തായിബീങ്ങളാണ്. എപ്പോഴും ഖേദിക്കുന്നവരും പൊട്ടിക്കറിയുന്നവരും അള്ളാഹുവിനോട് മാഫപേക്ഷിക്കുന്ന തൗബ ചെയ്യുന്ന ആളുകളാവണം. 1. 2, അവരിങ്ങനെ വലിയ ദുന്യാവിൻ്റെ പൂതി ആഗ്രഹമുള്ള ആൾക്കാരാകാൻ പാടില്ല. കുറെ പൂതി വികാര ഇച്ഛകൾക്ക് അടിമപ്പെടാൻ പാടില്ല. കനാത്ത് വേണം. ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, പാർപ്പിടങ്ങളാവട്ടെ, അതിൽ അവർക്ക് കനാത്ത് വേണം. എന്താ അള്ളാഹ് കൊടുത്തത് അതിൽ തൃപ്തിപ്പെടണം. അല്ലാത്ത ഒരു പ്രത്യേകമായ ആഗ്രഹവും ചിന്തവും പാടില്ല. അതുപോലെ ശറഈയായ ഇൽമ് വേണം. പിന്നെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ തവക്കുൽ ചെയ്യണം. അള്ളാഹുവിനെ പൂർണ്ണമായി കയ്യേൽപ്പിക്കണം. അതുപോലെ സുഹൃദ് വേണം. എന്താ സുഹൃദ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക ആഗ്രഹം ഒന്നിനോടും ഇല്ല. അതേ സ്ഥാനം ദുന്യാവിൽ വല്ലതും അള്ളാഹുവിற்கு കൊടുത്താൽ അതൊരു വലിച്ചെറിയൊന്നുമില്ല, നശിപ്പിക്കുകയൊന്നുമില്ല. അതവർ ആസ്വദിക്കും. വണ്ടി ഉണ്ടാവും, ആനുണ്ടാവും, ഒക്കെ ഉണ്ടാവും, വീടുണ്ടാവും, പെരുണ്ടാവും, എല്ലാ സൗകര്യവും അല്ല കൊടുത്തെന്ന് വരും. പക്ഷെ കൽബിൽ അതായിട്ട് ബന്ധം ഉണ്ടാവില്ല. അതിനാണ് സുഹൃദ് എന്ന് പറയാ. കൽബിൽ അതുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. അവരെ കൽബ് 24 മണിക്കൂറും പഠിച്ചവനെ എന്നെ പിശാച്ച് സ്വീപ്പാക്കുവോ, ഇന്നെ ഞാൻ പിശാച്ചിന്റെ ഗണിയിൽ പെടുക, എൻ്റെ ഉത്തരവാദിത്വത്തിന് കീഴിലുള്ള ജനങ്ങൾക്ക് പൈശാചികത സംഭവിക്കുമോ, ഞാൻ കാരണമായി ഉമ്മത്തിന് വല്ല കേടുപാടുകളും സംഭവിക്കുമോ എന്ന പേടിയാണ് എപ്പോഴും ഒരു ഉഖ്റവിയായ ആലിമിന്, ഒരു വലിയനുണ്ടാകുക. ഈ ബേജാറുണ്ടാകുക അവർക്ക്. അവരെ സംബന്ധിച്ച് അവർ മടി മറന്ന് ആസ്വദിക്കുന്ന പ്രശ്നം അവർക്കില്ല. പിന്നെ അവർക്ക് സീക്രട്ട് എന്ന് പറഞ്ഞൊരു സംഗതി, ഓരോ സീക്രട്ട് അള്ളാനേറ്റാണ്. 24 അവർക്ക് സീക്രട്ട് കിട്ടാൻ അവർക്ക് തീർപ്പിന് എന്തിന് അള്ളാനേറ്റ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ, അള്ളാഹുമായി ഇങ്ങനെ മുനാജാത്ത് അഭിമുഖം നടത്താൻ അവർക്കൊരു സ്വകാര്യത ഉണ്ടാവും. അപ്പൊ ആ മുനാജാത്ത് അതായിരിക്കും അവരെ ലദ്ദത്ത്, അവരെ രസം അതായിരിക്കും. അങ്ങനത്തെ സുഹൃദ്, അതിന് ഉസലത്ത് എന്ന് പറയും. ആ സുഹൃദൊക്കെ കിട്ടണമെങ്കിൽ ഉസലത്ത് പോകണം. ഏകാന്തവാസം എന്ന് പറയും. ഇങ്ങനെ ഒരു 9ഓളം വസിയ്യത്തുകൾ കിതാബുൽ അദ്കിയയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളുമ്പോൾ ഒരു ആലിമ്, വിവരമുള്ള ഒരു ആലിമ്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ, അവൻ പഠിച്ച ഇൽമനുസരിച്ച് ഈ 9 വസിയ്യത്ത് നിലനിർത്തുമ്പോൾ വിലായത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തും. ഇൽമിന്റെ ഖദറനുസരിച്ച് പദവികൾ അല്ലാഹു കൊടുക്കും. ഇൽമ എത്ര ഉണ്ട് അതിനനുസരിച്ചുള്ള പദവികൾ അല്ലാഹു കൊടുക്കും. അങ്ങനെ പല മഖാമുകളും പല ദർജകളും അല്ലാഹു കൊടുക്കും. അപ്പൊ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഔലിയാ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരേക്കും സാധാരണക്കാരായ പാവപ്പെട്ട സാധാരണക്കാരനെ പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത ഏറ്റെടുത്തവർക്കാണ് വലിയ ഉഖ്റവിയായ ആലിം എന്ന് പറയപ്പെടുന്നത്. അള്ളാഹു വസ്തുത മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാതെ അത് ജീവിക്കാനൊരു ഉപാധി. ചിലവർ കിതാബ് ഓതാൻ പറഞ്ഞ ശമ്പളം കിട്ടുമെന്ന് മനസ്സിലാക്കി കുട്ടികളെ കിതാബ് ഓതാൻ പറഞ്ഞേക്കൂല. അതിനല്ല കിതാബ് ഓതുന്നത്. കിതാബ് ഓതുന്നത് അതിനല്ല, ശമ്പളം കിട്ടാനും ജോലി കിട്ടാനും അല്ല കിതാബ് ഓതി ആലിമാകുന്നത്. കിതാബ് ഓതി ആലിമാകുന്നത് പൈശാചികമായ കെണികളിൽ നിന്ന് ഈ ഉമ്മത്ത്, എൻ്റെ കൽബും ഞാൻ ബന്ധപ്പെടുന്നവരുടെ കൽബും രക്ഷപ്പെടുത്തണം. ഇതിനു വേണ്ടിയാണ്. ആ രൂപത്തിൽ ജീവിച്ച മഹാനാണ്
ഈ ഉമ്മത്തിൽ ജീവിച്ച വലിയ മഹത്തുക്കളിൽ വലിയ മഹാനാണ് ഖാജാ മഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾ. ബഹുമാനപ്പെട്ടവർ ആരാണ്? സജിസ്ഥാൻ, ഖുറാസാനിലുള്ള സജിസ്ഥാൻ നാട്ടുകാരനാണ്. ഞാൻ ചുരുക്കി പറയാം, ഹബീബായ റസൂലുള്ളാന്റെ കുടുംബത്തിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ കൂടി 16ാമത്തെ പേരക്കുട്ടിയാണ് ആര്? ബഹുമാനപ്പെട്ട ഖാജാ മഈനുദ്ദീൻ ചിശ്തി തങ്ങൾ. 16ാമത്തെ പേരക്കുട്ടിയാണ് റസൂലുള്ളാഹി തങ്ങളോട് ബന്ധപ്പെട്ട്. അഹ്ലു ബൈത്താണ്, ഖുറൈശിയാണ്, ബഹുമാനപ്പെട്ട സിജിസ്ഥാൻ നാട്ടുകാരനാണ്. ബഹുമാനപ്പെട്ടവർ തന്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ ഖുറാസാനിൽ നിന്ന് സജിസ്ഥാനിൽ നിന്ന് ഇറാഖിലേക്ക് പോയി. ഇറാഖിൽ വെച്ച് വാപ്പയും വഫാത്തായി. അപ്പൊ അനന്തരാവകാശമായി കിട്ടിയ ഒരു തോട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ വഴിയിൽ ഒരു മജ്ദൂബായ ഒരു മസ്ത്, മജ്ദൂബ് എന്ന് പറഞ്ഞാൽ എന്താ? മജ്ദൂബ് എന്ന് പറഞ്ഞാല് മജ്ദൂബ് ഹാല് മാറുക എന്ന് പറയും. ഹാല് മാറുക എന്ന് പറഞ്ഞാൽ ഒരു പച്ച വല്ലിയിട്ട് കയ്യുമ്മ പട്ട് മുതലിട്ട് അഭിനയിച്ച് നടക്കുന്ന ആൾക്കാർക്കെല്ലാം മജ്ദൂബ് അറിയാം. ചിലർ അങ്ങനെ മനസ്സിലാക്കി, അങ്ങനെ ഒരു അഭിനയിച്ച് നടന്ന മജ്ദൂബ് ആകും. അത് മജ്ദൂബ് ഇല്ല. മജ്ദൂബ് എന്ന് പറഞ്ഞാൽ ഖൽബിൽ റസൂലുള്ളാഹിനോടും അള്ളാഹിനോടും റസൂലുള്ളാഹിനോടും മഹബത്ത് കലരും. ആ മഹബത്ത് ശക്തിപ്പെടുമ്പോൾ ഇഷ്ക് എന്ന് പറയും. ഇഷ്കിന് ശക്തിപ്പെടുമ്പോൾ ജദ്ബ് വരും. ജദ്ബ് എന്ന് പറഞ്ഞാൽ ആ നിയന്ത്രണം, ഭൗതിക നിയന്ത്രണം നഷ്ടപ്പെടും. സ്നേഹം വലിവാകുമ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ട് മജ്ദൂബ്. അതതിനെക്കുറിച്ച് വിശാലമായി പഠിക്കേണ്ട ഒരു മർമ്മമാണ്. ആ മജ്ദൂബായ ഒരു വലിയ വൈക്ക് വന്നപ്പോൾ മൂപ്പർക്ക് എന്ത് ചെയ്തു? അവിടുന്ന് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തു, പഴം കൊടുത്തു. അപ്പം മൂപ്പരതിയിലുള്ള പത്തിരിപ്പൊട്ടെടുത്തിട്ട് കണ്ട് ഈ ഖാജാ തങ്ങളാകുന്ന ചെറുപ്പക്കാരൻ്റെ തൊള്ളി മൊയ്നുദ്ദീൻ തങ്ങൾ തൊള്ളിയിലിട്ട് കൊടുത്തു. അതോടുകൂടി കൽബിൽ ആ ഒരു വലിയൻ്റെ ആ മഹത്തായ ഭക്ഷണം കഴിച്ച് ബഹുമാനപ്പെട്ടവർ അതിൻ്റെ ആ മതത അങ്ങോട്ട് കിട്ടിയപ്പോൾ നല്ല നീയത്തോടു കൂടി ആ കാര്യമായ മഹാന്റെ ഒരു തൃപ്തിപ്പെട്ട ഒരു ഭക്ഷണ സാധനം തൻ്റെ വായിലേക്ക് എത്തിയപ്പോൾ അത് മൂലമുണ്ടായ രക്തം തൻ്റെ ശരീരത്തിൽ സഞ്ചരിച്ചപ്പോൾ മാനസികമായ വലിയ തറക്കയും ഉയർച്ചയും ഉണ്ടായി. പിന്നെ മൂപ്പര് കിട്ടുന്നതൊക്കെ ധർമ്മമായി. അത് ഖാജാ തങ്ങൾ പിന്നെ അങ്ങനായി. കിട്ടുന്നതൊക്കെ അള്ളാന്റെ ഒജുകിന് വേണ്ടി ധർമ്മമായി, ധർമ്മം ചെയ്യുന്ന പണിയായി. അങ്ങനെ പണിയത് ബഹുമാനപ്പെട്ടവർ പിന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടി നാടുവിട്ട് ഉസ്മാനെ ഹാറൂൻ എന്ന് പറയപ്പെടുന്ന മഹാനായ തന്റെ ഷെയ്ഖ് ഹർനു എന്ന് പറയപ്പെടുന്ന നാട്ടിലേക്ക് പോയി. ഉസ്മാനെ ഹാറൂനി എന്ന ചിശ്തി തരീഖത്തിലെ വലിയ അന്നത്തെ ജീവിക്കുന്ന ഷെയ്ഖായിരുന്നു ബഹുമാനപ്പെട്ടവർ. ചിശ്തി തരീഖത്ത്, ആ തരീഖത്തിലെ ഷെയ്ഖിന്റെ അടുത്ത് പോയി 20 കൊല്ലം ഖിദ്മത്ത് ചെയ്തു. 20 കൊല്ലം ഖിദ്മത്ത് ചെയ്തപ്പോ ബഹുമാനപ്പെട്ടവർ വാർദ്ധക്യ സാഹചര്യത്തിലെത്തിയപ്പോ തനിക്ക് റസൂലുള്ളാഹിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിപ്പോന്ന ഒരു ഖിർഖ, ഒരു പുതപ്പ്, അത് ഖാജാ തങ്ങളെ ഏൽപ്പിച്ചു, പട്ടമേൽപ്പിച്ചു. അതാണ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾക്ക് കിട്ടുന്ന പട്ടം. റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയ ആ പുതപ്പ്. ചില പുതപ്പിനും ചിലപ്പോൾ അടിക്കും, ചില ഭക്ഷണ സാധനത്തിനൊക്കെ പവറുണ്ടാവും. അതുണ്ടാവുന്ന ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൽബുകൾ പൈശാചികതയിൽ നിന്ന് അല്ലാഹു മാറ്റി നല്ലവരെ കൽബായി അല്ലാഹു ആക്കി തരട്ടെ. പിശാചിന്റെ ഒരു അതേസമയം നല്ല മനുഷ്യന്മാര്, നല്ല തറക്കിയിലെത്തിയ ആളുകള് പെട്ടെന്ന് പിശാച് കലർന്നാല് മരത്തിന്റെ ഉന്നതിയിൽ പഴമൊറുക്കാൻ എത്തിയോടത്തെത്തുമ്പോ അവിടുന്ന് ചുള്ളി പൊട്ടിയിട്ട് വീണാല് പിന്നെ ഊര തീരെന്താവുന്ന ശരിയാവൂല. മക്കാമിലെത്തിയവർ കീപ്പോട്ട് പോന്ന പിന്നെ ഒരു മേപ്പോട്ട് കയറാൻ പണിയാണ്. അങ്ങനെ ഒരു ഇടങ്ങേറുണ്ട് ഈ ആത്മീയതക്ക്. വലിയ മക്കാമ ദർജയിലെത്തിയ ആളുകൾ അവിടുന്ന് കൊമ്പ് പൊട്ടി വീണാല് പിന്നെ ഊരല് ശരിയായി കിട്ടാൻ പണിയാ, പിന്നെ കയറി. അതാണ് പല ആളുകളും വലിയ ദർജയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൽ വലിയ അധപ്പതനങ്ങൾ സംഭവിച്ച അനുഭവം പറയാണ്ട് സമയമില്ലപ്പോ. ഇതിൽ വലിയ കള്ളത്തൊരീക്കത്തുകാരൊക്കെ ആയി മാറൽ. നല്ല മനുഷ്യനായിരുന്നു, നല്ല ആളായിരുന്നു, നല്ല ആയാലും വളരെ ഉഷാറായിരുന്നു. പക്ഷെ ഇങ്ങനെ ഉയർന്ന് തൻ്റെ മുൽഹമത്തി എന്ന മഖാമ് വിട്ട് മുത്തുമൈന്നത്തിലേക്ക് കടക്കുമ്പോ ഇബ്ലീസ് അവിടെ പിടിച്ചു. ഇബ്ലീസ് അവിടെ പിടിച്ചിട്ട് അവിടെ നിന്ന് കിടക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ ഇബ്ലീസിന്റെ കെണിയിൽ കുടുങ്ങി. അതിനെന്ത് വേണം? നല്ല കുരുത്തം വേണം. ഇതൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല പിമ്പലം വേണം. അതിനാണ് സനദ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാക്കിയാത്തിൽ അതുപോലെ ഇയാസുന്നിയിൽ അങ്ങനെയുള്ള കോളേജുകളിലൊക്കെ പോയിട്ട് നമ്മൾ സനദുകൾ വാങ്ങുന്നത് ആ പിൻബലം കിട്ടാനാണ്. ആ
പിമ്പലം നഷ്ടപ്പെട്ടാൽ പിശാചിന്റെ കെണിയിൽ നമ്മൾ കുടുങ്ങിപ്പോവും, ഉറപ്പാ. അതിനാണ് ഗുരുത്തക്കേട് എന്ന് പറയാ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പിമ്പലം നഷ്ടപ്പെട്ട വളരെ ഗുരുത്തം കെട്ട ആൾക്കാരെ കൂടുതൽ അല്ലാഹു നമ്മളാക്കാതിരിക്കട്ടെ. ഗുരുത്തം കെട്ടിയ ആൾക്കാരെ കൂടുതൽ അല്ലാഹു നമ്മളാക്കി തരുമാറാവട്ടെ. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങള് പിന്നത്തേത് ബഹുമാനപ്പെട്ടവർ മദീനയിലേക്ക് പോന്നു. ഹാലൊക്കെ പറ്റ മാറി. ഇഷ്ക് കടന്നപ്പോൾ റസൂലുള്ളാന്റെ ഓരത്ത് വന്ന് കൂടി. റസൂലുള്ളാന്റെ ഓരത്ത് വന്ന് കൂടിയിട്ട് റസൂലുള്ളാന്റെ ഉണർവിൽ കണ്ട മഹാനാണല്ലോ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞുപോയ മഹാനായ CM വലിയുല്ലാഹി. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാന്റെ ഉണർവിൽ കണ്ട മഹാനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ വലിയ പ്രത്യേകതയായിരുന്നു തൻ്റെ നാവുകൾക്കും തൻ്റെ വാക്കുകൾക്കും ഒക്കെ. നമ്മളൊക്കെ അനുഭവിച്ച ആളുകളാണ്. ഖാജാ തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇന്ത്യ രാജ്യത്തിൻ്റെ അധിപനാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു, സുൽത്താനുൽ ഹിന്ദ് പോണം. ഇന്ത്യ രാജ്യത്ത് എൻ്റെ ആളുകൾ വളരെ ബേജാറിലാണ്. പൈശാചികത കൊണ്ട് കുടിലം കൊണ്ട അക്രമ ഭരണകൂടം ഇവിടെ വന്നതിൻ്റെ പേരിൽ സ്വതന്ത്രപരമായി നിസ്കരിക്കാനോ ഒന്നിനും ഇവിടെ അവസരമില്ലാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ പാവപ്പെട്ട ഉമ്മത്തുള്ളത്. പോണം നിങ്ങളങ്ങട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വന്നു. അജ്മീറിലാണ് ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്നത്. ചിശ്തി തങ്ങള് ഹിജറ 522 ബഹുമാനപ്പെട്ടവരുടെ ജനനം. 633 ബഹുമാനപ്പെട്ടവരുടെ മൗത്ത്, വഫാത്ത്. 111 വയസ്സ് ജീവിച്ച മഹാനാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ. 111 വയസ്സ് ജീവിച്ചിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ടവർ അവിടെ വന്നു. കാരണം റസൂലുള്ള പറഞ്ഞയച്ചതാ. പ്രപഞ്ചത്തിന്റെ സർവാധികാരവും അള്ളാഹു ഏൽപ്പിച്ച ഏക ഒരു അടിമയുണ്ടെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി. തങ്ങൾക്ക് എന്താ അധികാരം കൊടുക്കാത്തത്? അള്ളാഹിന്റെ കലാമ് മൊത്തത്തിൽ നടപ്പാക്കാനുള്ള അധികാരം കൊടുത്ത മഹാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടുള്ള തൻ്റെ അധികാരം ആകാശ ലോകത്തേക്ക് ചൂണ്ടിയിട്ട് റസൂലുള്ള പറഞ്ഞു ചന്ദ്രനോട്, നീ പിളർപ്പാവണം. നിവർത്തിയില്ല, പിളർപ്പാവല്ലാതെ. മുഹമ്മദ് റസൂലുള്ളാന്റെ വാക്കാണ് പിളർപ്പായി. എന്താ അധികാരം വേണ്ടത്? സൂര്യനോട് പറഞ്ഞു, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല, അസ്തമിച്ചു പോകരുത്, നീ മടങ്ങി നിൽക്കണം. സൂര്യൻ മടങ്ങി വരില്ലാതെ നിർവാഹമില്ല. അതല്ലേ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ മൗലിദിൽ പാടിയത്. അൽ ബദറു ശുഖ്ക ബിയംദിഹി വശംസു ഇദ് വറബത്തിൽ ഖുറുദത് ബിഗൈരി തറദ്ദുദി യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദ് സല്ലല്ലാഹു യാ റബ്ബി സല്ലി അലൻ നബി. സൂര്യനെ പിളർപ്പാക്കി. സൂര്യൻ എന്ത് ചെയ്തു? മടക്കി വിളിച്ചു. ചന്ദ്രനെ പിളർപ്പാക്കി. നമ്മുടെ കേരളക്കരയിൽ ചേരമാമ്പെരുമാൾ രാജാവ് കോട്ടമൈതാനത്തിരുന്ന് കണ്ടു ചന്ദ്രൻ പിളർപ്പാകുന്നത്. ബഹുമാനപ്പെട്ടവർ പോയി എവിടേക്ക്? അന്വേഷിച്ച് റസൂലുള്ളാഹിനെ തേടിച്ചെന്ന് താജുദ്ദീൻ എന്ന പേര് ലഭിച്ച് മുസ്ലിമായി സഹാബിയായി മടങ്ങി വരും വഴിയിൽ കടലിൽ വെച്ച് കപ്പലിൽ വെച്ച് വഫാത്തായി. ഇന്ന് ഒമാനിലെ സലാല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു 3 മാസം മുമ്പ് എനിക്ക് അവിടെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. ബഹുമാനപ്പെട്ടവരുടെ മാതായ ഖബർസ്ഥാൻ സഹാബിയാണ് സലാലയിൽ. അല്ലാഹു തആല അവരുടെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിലും ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ. ആലോചിക്കണം സഹോദരങ്ങളെ, പോലെ വളരെ വിശാലമായ ചർച്ചാ വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഇന്ത്യ രാജ്യത്ത് വന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം സുൽത്താനുൽ ഹിന്ദിനെ ഏൽപ്പിച്ചു. നിങ്ങൾ നോക്കി, ഇവിടെ ഏത് ഗവൺമെന്റ് ഭരണമെടുക്കുകയാണെങ്കിലും ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും ഖാജാ തങ്ങളെ എത്തി വന്ന് ആ മഖാമിൽ ചെയ്യേണ്ട സംഗതി ചെയ്തു പോയി ഭരണം നടത്തിയെങ്കിൽ ഭരണം നിലനിൽക്കുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന ഗവൺമെന്റ് അറിയില്ല, പണ്ട് ഇവിടെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് മുഷറഫ് വന്ന് ചെറിയൊരു വിദ്യാർത്ഥിണ്ടായിരുന്നു, അന്ന് മഖാമുക്ക് പോയില്ല, താൻ വന്ന ചർച്ച നടത്തിയില്ല. ഉടനെ പാകിസ്ഥാനിലേക്ക് മടങ്ങി. രണ്ടാമത് മടങ്ങി വന്ന ആദ്യം ഖാജന്റെ മഖാമ് പോയി സിയാറത്ത് ചെയ്ത് വന്നിട്ടാ ചർച്ച നടത്തിയത്. അപ്പോഴാ ചർച്ച വിജയിച്ചത്. അനുഭവമുള്ളൊരു സത്യമാണ്. ഇന്ത്യ ഭരിക്കുന്ന ഏത് പ്രധാനമന്ത്രിയും ഖാജയെ പിടിക്കാതെ നിർവാഹമില്ല. അനുഭവല്ലേ? ഇന്നും അനുഭവമല്ല അവിടെ. പിന്നെ ഖാജാ തങ്ങളുടെ ചരിത്രം ഒരുപാട് സംഗതി പറയാണ്ട്, ഒരുപാട് അനുഭവങ്ങൾ പറയാണ്ട്. ഖാജാ തങ്ങൾ ആരാണ് എന്നത്. ആ ഭരണം ഇന്നും നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് 111 ഇന്ത്യ രാജ്യത്ത് 111 കൊല്ലം ജീവിച്ചു. നമുക്ക് വേണ്ടി ജീവിച്ചു. 111 വയസ്സ് ജീവിച്ച മഹാനവറുകളെ
ഇവിടെ വെച്ച് അജ്മീറിൽ വെച്ച് വഫാത്തായി. നമുക്ക് വേണ്ടി അവിടെ കിടക്കുക, നമുക്ക് വേണ്ടി അവിടെ കിടക്കാണ്. മൂപ്പർക്ക് ഖലീഫമാരുണ്ട്. അഖ്തിയാർ കാക്കി ദഹ്ലവി തങ്ങൾ മൂപ്പര ഖലീഫയാണ്. മൂപ്പര മകൻ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ ബാവശൽവാരി, ഹമീദുദ്ദീൻ നാഗൂരി എന്ന് പറയപ്പെടുന്ന 3 ഖലീഫമാർ തന്റെ ഖിലാഫത്ത് അവരെയാണ് ഏൽപ്പിച്ചത്. അവരൊക്കെ വലിയ മഹത്തുക്കളാണ്. ഇന്നും അവരെ കറാമത്ത് ഇന്നും നിലനിൽക്കുന്നു. അങ്ങനെ ചരിത്രങ്ങൾ പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ആ ഖാജാതങ്ങൾ അതിൻ്റെ ഭാഗമായി യമനിൽ നിന്ന് വന്ന ഖുത്ബ് സമാൻ, നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ച് മരിച്ചുപോയ ബഹുമാനപ്പെട്ട ഈ മാസത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ആണ്ടും കൂടിയാണ്. കോഴിക്കോട് ശൈഖ് തങ്ങൾ കടലിലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഖബർ. അന്ന് അവിടെ കടലില്ല. അപ്പോൾ അവിടുത്തെ മുത്തവല്ലിമാർക്ക് എത്രയോ കൊല്ലങ്ങളായ മുത്തവല്ലിമാർക്ക് സ്വപ്നം കണ്ടു, എന്നെ ഇവിടുന്ന് എന്ത് ചെയ്യണം, മാറ്റണം. സ്വപ്നം ഒരാളല്ല, എല്ലാ ആൾക്കാരും കണ്ടങ്ങള് മുത്തവല്ലിമാർ. എന്താ പതിയ എല്ലാവരും സ്വപ്നം കണ്ട് മാന്താൻ തുടങ്ങി, സുഗന്ധം വരാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ ബഹുമാനപ്പെട്ടവരോ അവിടെ മാന്തി നോക്കിയപ്പോൾ കഫം പടക്ക് വരെ കേടില്ലാതെ ആ ഖബർസ്ഥാനിൽ കിടക്കുക. അവിടുന്ന് എടുത്ത് ഇപ്പൊ കിടക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി. അത് മാറ്റിയതിന് ശേഷം അവിടെ എന്ത് ചെയ്തു, സുനാമി വന്ന് കടലെടുത്തു പോയി. മൂപ്പരെന്ത് ചെയ്യണം, താങ്ങും തണലുമായി കോഴിക്കോട് ടൗണിന്റെ മധ്യത്തിൽ ബഹുമാനപ്പെട്ടവർ ഇടിയങ്കരയിൽ കിടക്കുന്നു. അപ്പൊ വാണിഭ നാർച്ച ഈ മാസാണ് ഈ കാരം. അവിടെ കൽവത്തിരുന്നിട്ട് ആ വലിയായി മാറിയത് ആര്, CM മൂപ്പര്. അതാണ് മൂപ്പന്റെ വീട്ടിൽ താമസിച്ചത്. നമുക്കറിയാലോ CM-നെ കുറിച്ച് അറിയുന്നവർക്ക്. അത് ഖാജാ തങ്ങളെ പൗറോട്ട് കൂട്ടിയതാണ് ആ പെരയിൽ, അതിന്റെ ബാക്കിലുള്ള പെരയിലിരുന്നു. ആലോചിക്കണം നമ്മൾ. അത് ബഹുമാനപ്പെട്ട ഈ ശൈഖ് തങ്ങളെ ഉള്ള മദത് ആ കൂറ് നിലനിർത്തി അവിടെ കൂടിപ്പോയി. അങ്ങനെ ഔലിയാക്കൾ ഒരുപാട് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഈ ഖുർആനിൽ എന്തുണ്ട്, എന്ത് പ്രതിസന്ധി ഭൂമിയിൽ വന്നാലും ഒരു വിഭാഗത്തെയും ഈ ഖുർആൻ നിലനിർത്തുമെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആ കൂട്ടത്തിൽ ഖാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരും ഈ നാട്ടിലെ ഓരോ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അതാണ് നമുക്ക് വരക്കാനുള്ളത്. ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ട് കിട്ടണം, ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടുകിട്ടണം. അപ്പൊ പൈശാചികത ആകെ കുടിലം കൊണ്ടൊരു സമാൻ. ഞാൻ സമാന്റെ അവസ്ഥ ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ ഒരാഴ്ച മുമ്പ് എൻ്റെ സ്വന്തം നാട്ടില് ഞാൻ വന്നപ്പോൾ ബസ് സ്റ്റോപ്പിലുണ്ട്. രാത്രി 1 മണിക്ക് ഒരു 20-25 ഇടയിലുള്ള ഒരു 5-6 കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ണിങ്ങനെ മേപ്പോട്ട് തുറച്ച് പോലെ സക്രാത്തിന്റെ ഹാലിൽ ഇരിക്കുക പോലെ. അപ്പൊ ഞാൻ വണ്ടി നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ഓൾക്ക്. നിങ്ങൾ എപ്പോഴാ പോകല് വെച്ചു പറഞ്ഞിട്ട് ഇപ്പൊ തൊള്ളിയിൽ എന്തോ സാധനം ഉണ്ട്. പല പരാഗുകൾ, പാൻപരാഗും പല പരാഗും ഉണ്ടല്ലോ ഇപ്പോ. മനുഷ്യനാകെ ക്യാൻസർ രോഗിയാക്കുന്ന ഒരു സാധനമാണ് അത്. ഞാനൊരു ഡോക്ടറേറ്റ് അതിനെ കുറിച്ച് റിസർച്ച് നടത്തി, ചർച്ച നടത്തി. അതിൻ്റെ ദൂഷ്യവശങ്ങളും അമൃത തങ്ങളെ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ തൊള്ളിയിലിട്ടു പോവില്ല. അത്ര വിഷമാലിന്യാണത്. അപ്പൊ ഞാൻ ഗൗരവത്തിൽ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാ പോയാലും മര്യാദക്ക് പറയട അവിടെ നിങ്ങൾ പെരും കുടിച്ച് പോയാൽ അവിടെ. അപ്പോൾ ഇറങ്ങി പോയിക്കോളാ അറിഞ്ഞ് പോയിക്കോളാന്നുള്ള വാക്കൊക്കെ ഒരു വലിയ ജതുബിൻ്റെ ഹാലിലെത്തിയ വർത്താന. ഇതാണ് നമ്മളെ കൗമിൻ്റെ സ്ഥിതി. നല്ല മാന്യതയുള്ള വാപ്പ